ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇത് ഒരു വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാഴ്ചകളും വിഷുവിൻ്റെ അന്നത്തെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എഡിറ്റ് ഇടാൻ കുറച്ച് സമയം എടുത്തു. കാരണം ആദ്യക്കുട്ടം പഴയ പോലെ അല്ല, ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യക്കുട്ടനെ കുറുക്കൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സമ്മതിക്കില്ല ഒന്നിനും കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനെ കുറുക്കൊക്കെ കൊടുത്തിട്ട് ടി വി ഒക്കെ കാണിച്ച് അവിടെ വെച്ചേക്കാണ്. അപ്പുറത്തിരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു 10-11:30 ആയി. ഇപ്പോൾ ഞാൻ ചെറിയ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം 2-3-4 ദിവസമായി ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പം കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ കുറച്ചൊക്കെ തെറിച്ച് വീഴും. പിന്നെ മെഴുക്കുരട്ടി അങ്ങനെ ചേട്ടനാണെങ്കിലും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തെറിച്ചൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ചീത്തയാവും, അഴുക്കാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ അങ്ങ് ഇട്ടേക്കും. അങ്ങനെ 2-3 ദിവസമായിട്ട് ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്, ഈ കുക്കിംഗ് റേഞ്ച് ക്ലീൻ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റൗ ക്ലീൻ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പകുതി ഒരു ജോലി തീർന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇവിടെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് തുടച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അതായിരുന്നു ആദ്യത്തെ ജോലി. അതിനുശേഷം നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നോർമലി കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഡിഷ് വാഷിംഗ് ജെല്ല് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഉപയോഗിച്ച് കുറച്ച് ചീത്തയായ ഒരു സ്പഞ്ച് വെച്ചിരിക്കും, പിന്നെ ഒരു ടൂത്ത് ബ്രഷും വെച്ചിരിക്കും. ഇത് 2 സാധനം കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് സിങ്ക്. പിന്നെ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഡെയിലി ചിക്കൻ എടുക്കാറുണ്ട്. കാരണം ചേട്ടൻ്റെ ഡയറ്റിനകത്തിൽ ചിക്കൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സിങ്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട്, ഇത്രയും ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് കഴുകിയിടാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അഴുക്ക് വരാറില്ല. പിന്നെ മീനൊക്കെ എടുക്കുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കഴുകും. എനിക്ക് ചിക്കൻ്റെ സ്മെല്ല് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ മീനിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ എടുക്കുന്ന ദിവസങ്ങളിൽ ഒരു ഭയങ്കര കഴുകലാണ് എനിക്ക്. ഈ കഴുകുന്നൊന്നും അല്ല, ഭയങ്കര ഉരച്ചൊരച്ച് എടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വിഷുവിന് വേണ്ടി നമ്മളെല്ലാം നീറ്റ് ആക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്, അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വിനീസ് കിച്ചണകത്തെ വിനി ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന കണ്ടു. ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ റൂം ഫ്രഷ്നറൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇനി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എനിക്കതിനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മളങ്ങനെ, കുഞ്ഞാണ് ഇപ്പോഴത്തെ എൻ്റെ എക്സ്ക്യൂസ്. അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഞാൻ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളെ കാണുന്നില്ലേ, ആ ഒരു ഇടഭാഗത്തൊക്കെ അഴുക്കിരിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രഷ് നമ്മൾ പഴയ ഒരു ബ്രഷ് എടുത്ത് വെച്ചാൽ മതി, അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ ഡിഷ് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിനൊരു വലിയൊരു ബേസിനുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇവിടുത്തെ വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും സ്റ്റെയിൻ പോലൊക്കെ വരും. അപ്പം എനിക്ക് ഈ ഒരു ബ്രഷ് കൊണ്ട് നല്ല യൂസാണ് കേട്ടോ. അങ്ങനെ എനിക്കും ഇഷ്ടം പോലെ ബ്രഷുകളുണ്ട്, എല്ലായിടത്തും ബ്രഷാണ്. അപ്പോൾ ചേട്ടൻ ചോദിക്കും, നീ എത്ര ബ്രഷ് കൊണ്ടാണ് പല്ല് വെക്കുന്നതെന്ന് ചോദിക്കും. കാരണം എനിക്ക് നഖം കഴുകാനൊരു ബ്രഷ് കാണും, പിന്നെ എൻ്റെ ചീപ്പ് കഴുകാനൊരു ബ്രഷ് കാണും, പിന്നെ നാട്ടിലാണെങ്കിൽ ചെരുപ്പ് കഴുകാനൊരു ബ്രഷ് കാണും. ഇവിടെ പിന്നെ ഷൂസ് ആയതുകൊണ്ട് അങ്ങനെ ബ്രഷ് കൊണ്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഓരോ വാഷ് ബേസിനും കഴുകാൻ വേണ്ടി ഒരു ബ്രഷ് കാണും. അങ്ങനെയൊക്കെ ഒരുപാട് ബ്രഷ് കളക്ഷൻ ഉണ്ട് എനിക്ക്. ചേട്ടൻ ചോദിക്കും, നിനക്ക് എത്ര ബ്രഷാണ് നീ പല്ല് വെക്കുന്നതൊക്കെ ചോദിക്കും. കഴിഞ്ഞ ദിവസവും കൂടെ ചോദിക്കാറുണ്ട്, നിനക്ക് എത്ര ബ്രഷാണ് അയച്ചു പല്ല് വെക്കുന്നതെന്ന് ചോദിക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ സിങ്കെല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ കുറച്ച് വെള്ളം ഞാൻ പിടിച്ച് ചെറുതായിട്ടും ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സിങ്ക് കുറച്ചൊരു ബ്ലോക്കാവുന്നു. അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, സാധാരണ ഒരു ബ്ലോക്കല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പൈപ്പ് പോകുന്ന അവിടെ ബ്ലോക്കില്ല. അത് നമ്മൾ കുറേ നോക്കി, വേറെ എവിടെയോ പൈപ്പിനകത്തുള്ളിലാണ് ബ്ലോക്ക് വരുന്നത്. കാരണം എത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടും ഇതൊരു ഒരു ക്രിസ്റ്റലാണ് കേട്ടോ, ഒരു വൈറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് സംഭവമാണ്. അതിങ്ങനെ 2 ഡപ്പ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കില്ല, ചെറിയ ചൂടുവെള്ളം. അഥവാ ഇച്ചിരി ചൂടാണെങ്കിലും അതുപോലെ തന്നെ പാരലായിട്ട് പൈപ്പിലെ വെള്ളം ഓൺ ചെയ്തിട്ടാൽ മതി. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ഇതങ്ങ് ഓപ്പണായി പോകേണ്ടതാണ്. പക്ഷേ എന്തോ ചെറിയൊരു തടസ്സമുണ്ട്, അതൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യിക്കണം ഇനിയും.
മെയിൻ്റനൻസുകാരെ വിളിച്ചിട്ട് അങ്ങനെ സിങ്ക് എല്ലാം കഴുകി. ഇപ്പം നല്ല ക്ലീൻ സിങ്കാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി വിളക്കെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് പുളി, നമ്മളെ പിഴുപുളിയില്ലേ, പിഴുപുളി തേച്ച് നന്നായിട്ട് പിഴുപുളി തേച്ച് എല്ലാം പിടിപ്പിച്ച് ഒരു മണിക്കൂറോളം ഞാൻ സിങ്കിനകത്ത് തന്നെ ഇട്ടിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ സിങ്കിനകത്ത് പിഴുപുളി മാത്രം തേച്ച് വിളക്ക് ഇട്ടിരുന്നു. കാരണം ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ നല്ല ഭയങ്കര ഒട്ടിപ്പിടിക്കും നമ്മുടെ വിളക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പിഴുപുളിയൊക്കെ ഇട്ട് തേച്ച് വെച്ചിട്ട് ഒരു 1 ഹവറിന് ശേഷമാണ് ഞാൻ ഈ വിളക്കെല്ലാം കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റാണ്. പിന്നെ ആരും കണ്ട് ഞെട്ടരുത്, അടുക്കളയിൽ എന്താ വെച്ച് വിളക്ക് കഴുകുന്നതെന്ന്. നമുക്കിവിടെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാണ്ടാണ് അടുക്കളയിൽ വെച്ച് വിളക്ക് കഴുകുന്നത്. അങ്ങനെ മൊന്ത, താലം, ഒരു നിലവിളക്ക്, ഒരു ലക്ഷ്മി വിളക്ക്, പിന്നെ നമ്മുടെ ചന്ദനത്തിരിയുടെ സ്റ്റാൻഡ്, ഇത്രയും കൂടെ കഴുകി നീറ്റാക്കി നന്നായിട്ട് തുടച്ച് നീറ്റാക്കിയ ഒരു ഡെസ്കിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആദ്യകൂട്ടം വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ രീതിയിലൊക്കെ നോക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ അവനപ്പുറത്ത് കാർട്ടൂണും ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ തൂക്കുമ്പോൾ എപ്പോഴും വന്ന് അടുത്ത് നിൽക്കും. തൂക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യക്കുട്ടിന്. ഞാൻ ഈ ഒരു ചൂല് വാങ്ങിച്ചിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ കേട്ടോ. എന്നിട്ടും പൊടി മാറുന്നില്ല. ഈ ചൂലിലെ പൊടിയില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്ര തൂത്താലും നമുക്ക് ആ മുറിയിൽ ഈ പൊടി കിടക്കും. കുറേ ഞാൻ തട്ടിക്കളഞ്ഞു, കുറേ തട്ടിക്കളഞ്ഞ ചൂലാണ്, എന്നിട്ടും പൊടിയുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ നാട്ടിലെ പുല്ലിൻ്റെ ചൂലില്ലേ, പുല്ലിൻ്റെ ചൂല്, അതൊന്നും ഇവിടെ കിട്ടില്ല. അത് ഞാൻ പറഞ്ഞു ചേട്ടനോട് നമുക്ക് ഇനി വരുമ്പോൾ പെട്ടിക്കത്തൊരെണ്ണം വെച്ചുകൊണ്ട് വരണമെന്ന്. കാരണം ഈ ചൂല് എനിക്ക് ഇങ്ങനെ തൂക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് നിന്നുകൊണ്ട് പ്ലാസ്റ്റിക് ചൂലുകൊണ്ട് തൂക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു പൊടി വീഴുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൂപ്പും തുടപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കൂട്ടിനും അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ മറ്റേ പുൽച്ചൂല് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇവിടെങ്ങാനും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഇതിപ്പോൾ അടുക്കളയാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത്. അടുക്കള നേരത്തെ തൂത്തായിരുന്നു, അടുക്കളയാണ് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അടുക്കള തൂക്കാനും തുടയ്ക്കാനും സെപ്പറേറ്റ് ഒരു സാധനങ്ങളാണുള്ളത്. തൂക്കാൻ വേറെ ചൂലാണ്, തുടയ്ക്കുന്നതും വേറെ സാധനം കൊണ്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബാക്കിയുള്ള റൂമുകളെല്ലാം തൂക്കുന്നതും തുടയ്ക്കുന്നതും വേറെ ചൂലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ ആദ്യക്കൂട്ടൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഇനിയും കാണും കേട്ടോ. ആദ്യക്കൂട്ടിൻ്റെ വീഡിയോ എടുത്ത് അമ്മ യൂട്യൂബിലിടട്ടെ. ആദ്യക്കൊണ്ട് ഈ കാണിക്കുന്നതൊക്കെ അമ്മ എടുത്ത് യൂട്യൂബിലിടട്ടെ. എല്ലാവരും കാണട്ടെ ആദ്യക്കൊണ്ട് കുറുമ്പ്. ഇടട്ടെ? വേണ്ടായോ? ഇട്ടോളാനോ? ഇടട്ടെ? എല്ലാവരും കാണും ആദ്യക്കൂട്ടം കാണിക്കുന്നതൊക്കെ. കസേരയിൽ കൂടെ വലിഞ്ഞ് മോളിൽ കയറി, മേശയുടെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് ഉപ്പുപാത്രം തട്ടി താഴെയിട്ട് എല്ലാവരും കാണും. വക്ക് പറയും ആദ്യക്കുഞ്ഞിനെ. വേണ്ട, ഞാനിടും, ഞാൻ ഇടും. എന്താ ഇടും? എല്ലാവരെയും കാണിക്കും. ഗംഗ പതുക്കെ നാഗവല്ലിയായിട്ട് പറഞ്ഞു. ഇതാ അമ്പി അന്യനെ റമോയോ. ഞാൻ എല്ലാവരെയും കാണിക്കും. ഇനി ചിരിച്ചു കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ എല്ലാവരെയും കാണിക്കും. ചിരിക്കുകയൊന്നും വേണ്ട, എനിക്ക് ചിരിയൊന്നും വേണ്ട. ഈ കാണിച്ച കുറുമ്പെല്ലാം ഞാൻ എല്ലാവരെയും കാണിക്കും. യൂട്യൂബിലിട്ട് എല്ലാവരെയും കാണിക്കും. അയ്യോ, ഇത് കറക്റ്റ് അമ്പിയും മഞ്ഞയും. റെമോ എന്തി? അതാണോ റെമോ? ആദിക്കുട്ടൻ എന്തിയേ? അതാണോ ആദിക്കുട്ടൻ? അവിടെ കണ്ടിരിപ്പുണ്ടോ ആദിക്കുട്ടൻ? അർണവ് എന്തി? അർണവ്ക്ക് പിള്ളை ഇതാണോ അർണവ്ക്ക് പിള്ളை?
ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കും. ആദ്യക്കൊണ്ടേ കാണിക്കുന്നില്ല. ഞാൻ യൂട്യൂബിലിട്ട് വന്നിട്ട് ഈ വീഡിയോക്ക് കാശ് കിട്ടുമ്പോ ഞാൻ അതെടുത്ത് പുട്ടടിക്കും. അയ്യേ അജി ഓജോ അയ്യേ അജോ അച്ഛനെ വിളിച്ച അച്ഛാ. അച്ഛാ അച്ഛ ഉറങ്ങിയോ? അച്ഛ ഉറങ്ങിയോ? അച്ഛനെ വിളിച്ചേ. അച്ഛാ അച്ഛ. അയ്യേ മതി, എനിക്ക് സമയമില്ല. അയ്യേ. അങ്ങനെ ആദ്യക്കൊണ്ട് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. കണിയൊരുക്കാനുള്ളത്, സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് കണിയൊരുക്കാണ് കേട്ടോ. ആദ്യക്കൊണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ആദ്യക്കൊണ്ടിനെല്ലാം നീക്കി പെറുക്കണമായിരുന്നു. ഒരു രീതിയിലാണ്. ചേട്ടൻ ഒരുപാട് മാന്തും അള്ളും എല്ലാം കിട്ടി, അടിയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ കണിയെല്ലാം ഒരുക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കണി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വിഷുക്കണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ രാവിലെ എണീറ്റു, കുളിച്ച് നീറ്റായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ആദ്യം ചേട്ടനെ കൊണ്ട് വിഷുക്കണി കാണിച്ചു. എന്നിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ആദ്യക്കൂട്ടൻ എണീറ്റപ്പം പിന്നെ കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ചു. അമ്പൂറ്റി തൊഴുതൊക്കെ നിന്ന് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വിഷുക്കൈ നീട്ടൊക്കെ കൊടുത്ത് ആദ്യക്കൂട്ടൻ വീണ്ടും പാലൊക്കെ കുടിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. കുഞ്ഞല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സമയം കൊണ്ട് പിന്നെ എനിക്ക് എളുപ്പമാണ്. ആ സമയം കൊണ്ട് ഞാൻ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. സേമിയ പായസമായിരുന്നു. അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം റെഡിയായി കേട്ടോ. പിന്നെ ചേട്ടൻ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ വന്ന് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ സദ്യ വിളമ്പി വെച്ചപ്പം ഞാൻ പറയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണിത്. അത് ഇങ്ങോട്ട് വന്നേ.